ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വാസ്കോ ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫ്രീ സ്പിൻസ് കുറച്ച് വർക്കാണുള്ളത് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെതും ഇന്ന് വ്യാഴാഴ്ചത്തിൻ്റെ പാക്കുകൾ അങ്ങനെ ഓരോന്നായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. നമ്മൾ ഇന്ന് വിചാരിച്ചത് മെസ്സിൻ്റെ ആനിവേഴ്സറി പാക്ക് അതിലും വരുന്ന വിചാരിച്ചു. ബാർസയിൽ എന്തെങ്കിലും ആനിവേഴ്സറിൻ്റെ എന്തെങ്കിലും വരുന്ന വിചാരിച്ചു. പക്ഷെ ഒന്നും വന്നില്ല. പഴയ നമ്മളെ പേരേൻ്റെ വന്നത് അതൊരു ഇതായി വന്നോ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച്. സോറി ഗൈസ്, ഇപ്പം വരാം. സോറി ഗൈസ്. അപ്പം ജസ്റ്റ് ഒന്നും അക്കൗണ്ട് മാറിപ്പോയി നേരത്തെ എടുക്കുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് ഇതായിപ്പോയി. നമുക്ക് ഇന്ന് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ പഴയ നമ്മളെ ഇതില്ലേ 30th ആനിവേഴ്സറീൻ്റെ ഒരു മറ്റേ പുസ്കാസും ഇവനും വന്നേ പെരെ റൈഫ്, അത് ആ ഇതാണ് വന്നത് ഈ ആഴ്ചയും. അപ്പം ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിന് എന്തൊക്കെ വരുന്നത്. അപ്പം മിക്കവാറും ഈ ബ്ലാക്ക് ഫ്രൈഡേ കഴിയുന്ന അത് അടുത്ത ആഴ്ച എന്തായാലും ബ്ലാക്ക് ഫ്രൈഡേ ചെയ്യും. അതിന് ശേഷമായിരിക്കണം, അല്ലെങ്കിൽ തിങ്കളാഴ്ച കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം ആനിവേഴ്സറി 29 അപ്പം ഇന്ന് 27, 28, 29, ശനിയാഴ്ച 29. അപ്പം അവർക്ക് വേണ്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല, കൊനാമിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിക്ക് നമുക്ക് നമ്മളെ ഇതിനകത്തേക്ക് ഇടാം. മനസ്സിലായി, മറ്റേ തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇനി അതും വന്നിട്ടെങ്കിൽ എന്തായാലും വ്യാഴാഴ്ച എന്ന് വെച്ചാൽ പിന്നെ അന്ന് ഉണ്ടാവില്ല. ഇങ്ങനെ എന്തായാലും ബാർസേൻ്റെ ഒരു ഇതുണ്ടാവും. മെസ്സിയൊന്നും എനിക്ക് ഇത് ഉറപ്പില്ല. കാരണം ഇപ്രാവശ്യം അങ്ങനെ ആരും ഒന്നും പറയുന്ന കേട്ടില്ല. അതുകൊണ്ട് ഇനി ഡിസംബർ അങ്ങോട്ട് ആണെന്ന് അറിയില്ല. എന്തായാലും മിഡ് ടൈം വരും മെസ്സിൻ്റെ, കാരണം അംബാസിഡറാണ്. ഇതന്നെയല്ലേ നമ്മുടെ ഭാഗ്യം. അപ്പം നമുക്ക് വന്നത് മറ്റേ ഇതിൻ്റെ പെരേൻ്റെ ഒരു പാക്കുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് ടൈം. പിന്നെ ജെ ലീഗ്, നമ്മളെ ജപ്പാൻ ലീഗിൻ്റെ, ബ്രസീൽ ലീഗ്. അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്തിനാണ് അവർ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായി തന്നാൽ കമൻറ്റ് ചെയ്തു. ഇനി ഇതുപോലെ വേണ്ടെങ്കിൽ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് പഴയതിലും. അപ്പം നമുക്ക് നേരെ നമ്മളെ ഇതിലേക്ക് പോവാം. അതിന് പറയാം പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോവാം. അത് പിന്നെ എൻ്റെ ടീം ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്ക് അത്യാവശ്യമുണ്ട്. നെയ്മർ, അതായത് നമ്മളെ MSN നെയ്മറില്ലേ, ബിഗ് ടൈം നെയ്മർ, പിന്നെ ഷോർട്ട് ടൈം ബെല്ലിംഗാം, ഒലിവർ കാന്, എപ്പിക്കാണ്. അത് ഞങ്ങൾക്ക് ഫ്രീ മറ്റേ ഇതിൽ കിട്ടിയാണ്, സെലക്ഷൻ കോൺട്രാക്റ്റ്. പിന്നെ നമ്മുടെ ബുസ്കറ്റ്സ് അത് ഫ്രീ സ്പിൻ കിട്ടിയതാണ്. ക്രൈഫ് 100 രൂപ കിട്ടിയത്. മെസ്സിൻ്റെ അംബാസഡർ പാക്ക്, റിവാൾഡോ മറ്റേ ബിഗ് ടൈമിൻ്റെ ഇതിനകത്ത് കിട്ടിയത്. ആൻറ്റിക്കോള് മറ്റേ ഇതിൻ്റെ അകത്ത്, ആൻറ്റിക്കോളും ബാറ്റ്ജോയും നമ്മുടെ മറ്റേ ഇതിലെ ന്യൂ ഇയറിൻ്റെ അതിൻ്റെ ബെയിലിൻ്റെ ഇതിൽ വന്നതെന്ന്. ടോട്ടിനെ നമുക്ക് ഇതിൽ കിട്ടിയതാണ്. 200-300 അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ്. പിന്നെ ബിഗ് ടൈം വെക്കില്ല, അത് ഇപ്പം വന്ന ബിഗ് ടൈമിൽ ഈ കുറച്ച് ജൂലൈയിൽ വന്ന. പിന്നെ നമ്മളെ വാൻ ബ്യൂട്ടൺ, അതുപോലെ സെലക്ഷൻ കോൺട്രാക്റ്റ്, ഓഡോ സെലക്ഷൻ കോൺട്രാക്റ്റ്, മത്യൂസ് 100. സോറി ഗൈസ്, അത് ജസ്റ്റ് ഒന്ന് ലൈഫാണ് ഇതിൽ ഒരു കട്ടായിപ്പോയതാണ്. അങ്ങനെ കുറച്ച് എപ്പിക്കുണ്ട്. അപ്പം ഇതെൻ്റെ ചങ്ങായി ആക്കിയ ഇതാണ്. എൻ്റെ മെയിൻ സ്ക്വാഡ് ഇതാണ്. ഞാനൊന്ന് ഡബിൾ ബൂസ്റ്റ് മാനേജറിനൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും ഒരു സാധാ സ്ക്വാഡാണ്. അങ്ങനെ ഞാൻ പൈസ കൊടുത്തൊന്നും ആക്കിയതല്ല. അപ്പം നമുക്ക് ഇതിനകത്ത് പോയിട്ട് നമുക്ക് അത്യാവശ്യം അത്ര CF 2 CF ഓക്കെ ഇങ്ങനെയാക്കാം. ബാക്കി എടുക്കാം, നമുക്ക് ഇടാം. എന്തായാലും ലെങ്ത് ആക്കുന്നില്ല, ഞാൻ വേഗം കറക്കാൻ പോയിന്ന്.
അപ്പം നേരെ നമുക്ക് ഇത് ബോക്സ് ഡ്രോ ഓപ്പണിങ്ങിലേക്ക് പോവാം. അപ്പം ഞാൻ ആദ്യം നമ്മളെ ബ്രസീലിയൻ ലീഗ് അങ്ങനത്തെ കറക്കാം. ആദ്യം ജപ്പാൻ ലീഗ് കറക്കാം. എനിക്ക് അറിയുമോ ഇതിൻ്റെ അകത്തുനിന്ന് ആവശ്യമുള്ള വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. ഇതാ ഷോട്ട് ഫീച്ചേർഡ് ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇന്ന് ഇത് നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. റോജർ എസ് നല്ല കളിച്ചിന്. പിന്നെ പൊഗ്ബേൻ്റെ എന്നാണ് റിട്ടേൺ കംബാക്ക് കളിയാണ്. അപ്പം അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം ആ കളി നല്ല അത്യാവശ്യം പൊഗ്ബ കളിച്ചിന്. അപ്പം പിന്നെ അതിൻ്റെ ഫെറാൻ ടോറസ്, മൊറില്ലോ അത്യാവശ്യം നല്ല ഇതുണ്ട്. പക്ഷേ നല്ല വലിയ വലിയ പ്ലെയറൊന്നുമില്ല. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. ഇനി ബ്രസീലിയൻ ബാക്ക് ആരുണ്ട്? ബ്ലിറ്റ്സ് കേർഡ് ആക്സിലേഷൻ ബ്രസ്റ്റ് അതിലുണ്ട്. നമുക്ക് എന്തായാലും കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അപ്പം 3 സ്റ്റാർ 2 സ്റ്റാറാണ്. അത് നമുക്ക് സൗത്ത് ഏഷ്യ. നമ്മുടെ ഏഷ്യയിലെ ഇതാണ് ഏഷ്യ ബേസ്ഡ് ഇത് തന്നെയാണ്. അപ്പം അതിൻ്റെ അകത്തും ഇല്ല. അതിൻ്റെ അകത്ത് ഇടില്ല. പിന്നെ പെരയിൽ നോക്കണ്ട നമുക്ക്. എന്തായാലും ഞാൻ 400 രൂപ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് അതൊന്നും ഞാൻ കിടക്കാൻ പോകില്ല. കാരണം എനിക്ക് അത്ര ഇത് ഇല്ല. എനിക്ക് ബാക്കാണ് എനിക്ക് വേണ്ടത്. ഫോർവേഡ് പാടുണ്ട് എനിക്ക്. അപ്പം നമുക്ക് നോക്കാം കിട്ടുമോ നോക്കാം. കിട്ടിയാൽ കിട്ടി. ഫ്രീ സ്പിന് കിട്ടിയാൽ ഓക്കെ. ഞാൻ അങ്ങനെ നോക്കാം. കളിപ്പിക്കും. 2 3 4 5 6 7 8 9 and 10. ആരുമില്ല. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ പോയാൽ ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. അക്കൗണ്ട് ഒന്ന് കാണിച്ചു. പിന്നെ ഫ്രീ സ്പിൻ എടുത്തു. അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ സ്ക്വാഡ് ഞാൻ കാണിച്ചിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം ഇതാണ് എൻ്റെ സ്ക്വാഡ്. അപ്പം എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം എന്ന് പറയാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. അപ്പം ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.